ഇസ്രയേലും അമേരിക്കയും ഇറാനും തമ്മിൽ നടക്കുന്ന അതിശക്തമായ യുദ്ധം നമ്മൾ പത്രങ്ങളിലൂടെയും മീഡിയകളിലൂടെയും വായിക്കുന്നതിലേറെ എത്രയോ ഗുരുതരമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കഴിഞ്ഞ ദിവസം ഇസ്രയേലിൽ പൗരനായ ഒരാളുടെ എക്സ് പ്രൊഫൈൽ പരിശോധിക്കുന്ന സമയത്ത് കാണാൻ കഴിയുന്നത് ഞെട്ടിക്കുന്ന ചില വാർത്തകളാണ്. അദ്ദേഹം ഒരു വീഡിയോ പങ്കുവെച്ചുകൊണ്ട് പറയുന്നത് ഹാദിഹി ഹിയ തെല്ലബീബ്, ഇതാണ് ടെല്ലബീബിന്റെ സാഹചര്യം. ഈ ഒരു വീഡിയോ അതോടൊപ്പം പങ്കുവെച്ചിട്ടുണ്ട്. തുഖ്ഫി വസായിലുൽ ഇഅ്ലാം അൽ ഇസ്രായേലിയ വരിഖാബത്തുൽ ജയ്സിൽ ഇസ്രായേലി, ഇസ്രായേലിന്റെ സൈന്യവും അതുപോലെ തന്നെ ഇസ്രായേലിലുള്ള മീഡിയകളും മറച്ചു വെക്കുന്ന തെല്ലബീബാണിത്. മാ യഹ്ദുസു ഫിഹാ അൻ അയുനിൽ ആലം, ഇവിടെ ഉണ്ടാകുന്ന പല കാര്യങ്ങളും ലോകത്തിന്റെ കണ്ണുകളിൽ നിന്നും അവർ മറച്ചു വെച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയുന്ന ഈ ഒരു ചിത്രം അവർ പങ്കുവെച്ചിട്ടുണ്ട്. പക്ഷെ ഇതിലേറെ എന്നെ അത്ഭുതപ്പെടുത്തിയത്, ഈ ചിത്രത്തിലേറെ എന്നെ അത്ഭുതപ്പെടുത്തിയത് മറ്റൊരു ഇസ്രായേലി പൗരൻ ഹിബ്രു ഭാഷയിൽ എഴുതിയിരിക്കുന്നത്, ആയിരക്കണക്കിന് ആളുകൾ ഇവിടെ മരണപ്പെട്ടുപോയി, ഇനിയും എന്തുകൊണ്ട് നെതന്യാഹുവിന് കാര്യങ്ങൾ ഉണരുന്നില്ല, അല്ലെങ്കിൽ എന്തുകൊണ്ട് ഈ പൗരന്മാരുടെ കാര്യത്തെക്കുറിച്ച് നെതന്യാഹുവിന് ചിന്തയില്ല എന്നാണ്. അതും നെതന്യാഹു ആ കാപ്പി കുടിക്കുന്ന ഒരു വീഡിയോ പുറത്തുവിട്ടിരുന്നു. ആ വീഡിയോയിൽ നിന്നുള്ള ഒരു സ്ക്രീൻഷോട്ട് എടുത്തുകൊണ്ട് അത് വെച്ചുകൊണ്ടാണ് ഇങ്ങനെയുള്ള കമന്റ് എഴുതിയിരിക്കുന്നത്. യഥാർത്ഥത്തിൽ നമ്മൾ വായിക്കുന്നത് 10 ആളുകൾ മരിച്ചു, 12 ആളുകൾ, 2 ആഴ്ച അതിശക്തമായ മിസൈൽ ആക്രമണങ്ങൾ, നഗരങ്ങൾ മുഴുവൻ തകർത്തുകൊണ്ടിരിക്കുമ്പോൾ 10 ആളുകൾ മരിച്ചു, 4 ആളുകൾ മരിച്ചു എന്ന വാർത്തയാണെങ്കിൽ ഇവിടെ നിന്ന് കേൾക്കുന്നത്, അവിടെയുള്ള പൗരന്മാരിൽ നിന്ന് മനസ്സിലാകുന്നത് എത്രയോ ആളുകൾ ഇസ്രയേലിൽ മരണപ്പെട്ടു എന്ന രീതിയിലാണ്. വസ്തുതകൾ എന്താണ് എന്ന് കൃത്യമായി നമുക്കറിയില്ല. എന്തായിരുന്നാലും അവിടെയുള്ള പൗരന്മാർ തന്നെ പറയുന്നു, അവിടെ സൈന്യവും അവിടെയുള്ള മീഡിയകളുമെല്ലാം ലോകത്തിന്റെ കണ്ണുകളിൽ നിന്നും ഇസ്രയേലിൽ നടക്കുന്ന യഥാർത്ഥ സംഭവങ്ങൾ മറച്ചു വെക്കുകയാണ് എന്ന്. അദ്ദേഹം തന്നെ ഇറാന്റെ ഒരു മിസൈൽ ആക്രമണം ഷെൽട്ടറുകളെ തുറച്ചു കയറിയതിന്റെ വീഡിയോ പങ്കുവെക്കുന്നുണ്ട്. എന്നിട്ട് അവിടെയും അദ്ദേഹം ഇതെല്ലാം മറച്ചു വെക്കുന്ന കാര്യങ്ങളാണ്, പക്ഷേ ഞങ്ങൾ ഇത് തുറന്നു കാണിക്കുന്നു എന്ന രീതിയിലാണ് ഈ വീഡിയോകൾ പുറത്തു വിട്ടുകൊണ്ടിരിക്കുന്നത്. നോക്കൂ നിങ്ങൾ, ഷെൽട്ടർ, ഇതിനടിയിലാണ് ആളുകൾ സുരക്ഷയ്ക്ക് വേണ്ടി, മിസൈൽ സൈറൺ മുഴങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്ത് സുരക്ഷയ്ക്ക് വേണ്ടി ഈ ഷെൽട്ടറുകൾക്കുള്ളിലാണ് അവർ അഭയം പ്രാപിക്കുന്നത്. ഷെൽട്ടറിലേക്കുള്ള എൻട്രിയാണ് നമ്മൾ ഈ കാണുന്നത്. ഈ ഷെൽട്ടറിന് ഉള്ളിലേക്കാണ് മിസൈൽ ഇടിച്ചു കയറിയിരിക്കുന്നത് എന്നത് ഭീകരമായ ഇറാന്റെ മിസൈലുകളുടെ ശക്തിയാണ് നമുക്ക് മനസ്സിലാക്കി തരുന്നത്. ഇങ്ങനെയുള്ള ധാരാളം വീഡിയോകൾ ഓരോ ദിവസവും ഇസ്രയേലിലുള്ള പൗരന്മാർ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു ചെറിയ, ഇവിടെ തന്നെ ഈ വീഡിയോയിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ഇവിടെ ഇതിന്റെ ഷെൽട്ടറാണ് ഈ കാണുന്നത് എന്ന് വരുമ്പോൾ ഇവിടെ വലിയ കെട്ടിടമായിരുന്നു എന്നതാണ് നമുക്കിതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷെ ഇതെല്ലാം തകർത്തെറിഞ്ഞ് ഇതെല്ലാം അവർ പങ്കുവെച്ചുകൊണ്ടിരിക്കുകയാണ്. വളരെ കൃത്യമായ ഇറാന്റെ ആക്രമണത്തിൽ ഇസ്രയേലുള്ള അമ്പരചുംബികളായ കെട്ടിടങ്ങളാണിത്. നോക്കൂ നിങ്ങൾ, മിസൈലുകൾ വരിവരിയായി പ്രതിരോധങ്ങളില്ലാതെ ഇസ്രയേലിന്റെ തലസ്ഥാന നഗരിയിലേക്ക്, തെല്ലബീബിലേക്ക് നീങ്ങുന്നതിന്റെ ചിത്രമാണ് അവർ പുറത്തുവിടുന്നത്. അതിശക്തമായ രൂപത്തിലാണ് ഇപ്പോൾ അവിടെ ഹിറ്റ് ചെയ്യുന്നത്. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇപ്പോൾ കാര്യമായ രൂപത്തിൽ ഇസ്രയേലിന്റെ അകത്ത് പ്രതിരോധം ഇല്ലാതായിട്ടുണ്ട് എന്നതാണ്. ഇപ്പോൾ അവസാനം വരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ന്യൂസാണ്, ഇസ്രയേലിന്റെയും അമേരിക്കയുടെയും പ്രതിരോധ സംവിധാനങ്ങളിൽ ഉപയോഗിക്കുന്ന മിസൈലുകൾ ഇപ്പോൾ വലിയ രൂപത്തിലുള്ള പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുന്നു എന്ന വാർത്ത വായിച്ചിട്ടുണ്ട്. നമുക്കറിയാം, ദക്ഷിണ കൊറിയയിൽ നിന്നും താഡ് സംവിധാനങ്ങൾ മിഡിൽ ഈസ്റ്റിലേക്ക് കൊണ്ടുവന്ന വാർത്തകൾ 4-5 ദിവസം മുമ്പ് നമ്മൾ വായിച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ US മൂവ്സ് ഈസ്റ്റ് ഏഷ്യ മിസൈൽസ് ടു മിഡിൽ ഈസ്റ്റിലേക്ക് ഈസ്റ്റ് ഏഷ്യയിൽ നിന്നും ഇപ്പോൾ മിസൈലുകൾ ഇമ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവിടെ വിന്യസിച്ചിരുന്ന മിസൈലുകളെല്ലാം പെറുക്കി ഇപ്പോൾ മിഡിൽ ഈസ്റ്റിലേക്ക് വരുന്നു എന്നാണ് നമുക്ക് വായിക്കാൻ സാധിക്കുന്നത്. ഇതിലൂടെയെല്ലാം എത്രമാത്രം വലിയ പ്രതിസന്ധിയാണ് ഇസ്രയേലും അമേരിക്കയും ഈ രംഗത്ത് നേരിടുന്നത് എന്നത് നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട്. അതോടൊപ്പം ഇസ്രയേലിന് നേരെ നടക്കുന്ന ആക്രമണം കേവലം ഇറാനിൽ നിന്ന് മാത്രമല്ല, മറിച്ച് ലെബനാനിലെ ഹിസ്ബുള്ളയിൽ നിന്നും അതിശക്തമായ ആക്രമണങ്ങൾ നേരിടുന്നുണ്ട്. ഇന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്ത വാർത്ത, ഏകദേശം 16ഓളം മെർക്കോവ ടാങ്കുകളാണ് ലെബനാനിലെ ഹിസ്ബുള്ള ഇസ്രായേലിൻ്റെത് തകർത്തിരിക്കുന്നത്. അതിലപ്പുറം ധാരാളം മിസൈലുകൾ, 100 കണക്കിന് മിസൈലുകളാണ് പ്രതിരോധങ്ങളില്ലാതെ ഇസ്രയേലിലേക്ക് ലെബനാനിൽ നിന്നും കുതിച്ചു വന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനെല്ലാം പ്രതിരോധിക്കാനുള്ള സംവിധാനങ്ങൾ പോലും ഇസ്രയേലിന്റെ കയ്യിൽ ഇല്ലാതെ വരുമ്പോഴാണ് ഈ യുദ്ധത്തിന്റെ ഭയാനകത ഇസ്രയേലുള്ള ജനങ്ങൾ മനസ്സിലാക്കുന്നത്. ഈ യുദ്ധം വലിയ രൂപത്തിലുള്ള പ്രതിസന്ധി ഇസ്രയേലിലുള്ള ജനങ്ങളെ വേട്ടയാടുന്നത് കൊണ്ട് തന്നെ
ഇസ്രയേലി ഭരണകൂടത്തിനെതിരെ അതിശക്തമായ പ്രതിഷേധമാണ് ഇപ്പോൾ ഇസ്രയേലിൽ എല്ലാ ഭാഗങ്ങളിലും നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായിരുന്നാലും ഈ യുദ്ധം സാധാരണ യുദ്ധങ്ങളിലപ്പുറം ഇത് നീണ്ടു നിന്ന് കഴിഞ്ഞാൽ ഇസ്രയേലും അമേരിക്കയും ഇറാനും പ്രതിസന്ധിയുണ്ട് എന്നതിലപ്പുറം ലോകം മുഴുവനും ഇതിന്റെ പ്രതിസന്ധി, ഇതിന്റെ കെടുതി അനുഭവിക്കേണ്ട സാഹചര്യം ഉണ്ടാകും.